ഈ കാണുന്ന വീടും 15 സെന്റ് സ്ഥലവും വെറും 500 റുപ്യക്കാണ് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടാൻ നിങ്ങൾ കണ്ടോളി. 100% കാഴ്ചയുള്ള നമ്മളെ കാര്യം വെച്ചേക്കി. 1% കാഴ്ചയും ഒരു കണ്ണ് എടുത്തു കളഞ്ഞാണ് ഈ മനുഷ്യന്റെ. ആരും സഹായിക്കാതെ വിട്ടുപോരുത് ഇയാളെ. ഇപ്പം നമ്മൾ ഷിയാബ് ഖാൻ്റെ കൂടെ ഉള്ളത്. അപ്പം നമ്മൾ കരുതിയത്ര ഫണ്ടൊന്നും ആയിട്ടില്ല. അപ്പം എങ്ങനെ ഷിയാബ് ഖാൻ കാര്യങ്ങൾ? അസ്സലാമു അലൈക്കും. ഞാൻ ഷിയാബാണ്. മലപ്പുറം ജില്ല കരിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ വിചാരിച്ചൊരു കടം വീട്ടാനുള്ളൊരു പൈസ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ മാസം 25-ാം തീയതി നറുക്കെടുപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാസം 25-ാം തീയതി നറുക്കെടുക്കുന്നുണ്ട്. ഇതൊരു പ്രവാസിയായ ഒരാൾ എനിക്കൊരു 10 വാഷിംഗ് മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നറുക്കെടുപ്പിൽ എല്ലാവരും കൂപ്പണും ഉൾപ്പെടുത്തിയിട്ട് നമ്മളത് ഈ 25-ാം തീയതി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 വാഷിംഗ് മെഷീൻ എല്ലാവർക്കും സമ്മാനമായിട്ട് 10 ആൾക്ക് കൊടുക്കും. പിന്നെ അതേ കൂപ്പൺ തന്നെ നമ്മൾ തിരിച്ചിട്ടിട്ട് മാർച്ച് 29-ാം തീയതിയാണ് വീട് സമ്മാനമായി കൊടുക്കുന്ന നറുക്കെടുപ്പുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും 500 രൂപയുടെ കൂപ്പെടുത്ത് സഹായിക്കും, അല്ലെങ്കിൽ ഒരു 100-200 തന്ന് സഹായിക്കും. പിന്നെ ഈ നമ്മളെ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് തന്നെ നറുക്കെടുപ്പ് 25-ാം തീയതി 3 മണിക്കാണ് ലൈവായിട്ട് പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഉണ്ടാവും, ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി, നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് നറുക്കെടുപ്പുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു 100-200 തന്ന് സഹായിക്കും, അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ കൂപ്പെടുത്തിട്ടേ സഹായിക്കും. ഇതൊരു നറുക്കെടുപ്പോ ഒരു സമ്മാനം കൊടുക്കലല്ല, ഇയാളൊരു അന്നത്തിൻ്റെയും ഇയാളെ ജീവിത പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കുക. നമ്മൾ നറുക്കെടുപ്പ് ഈ ഡിസംബർ 25 നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ പ്രവാസിയായിട്ടുള്ള ഒരാൾ 10 വാഷിംഗ് മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിന് നറുക്കെടുപ്പാണ് നമ്മൾ 25-ാം തീയതി നടത്തുന്നത്. നമ്മൾ വീടിൻ്റെ നറുക്കെടുപ്പ് മാർച്ച് 29 ഞായറാഴ്ചയാണ്. ഈ മനുഷ്യന് കരുത്തത്ര ഫണ്ടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ വെറുതെ വീടിൽ നിന്ന് പുറത്തിറങ്ങി വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മളെ സ്കാനറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. നാളെ നമുക്കും ഈ അവസ്ഥ വരാം. പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ മനുഷ്യനെ ഒന്ന് സഹായിക്കുക.